വാഹനലോകത്തിന്റെ എല്ലാ പുതുമകളുടെയും കരുത്തിനൊപ്പം കാർ, ബൈക്ക്, ഇലക്ട്രിക്, ഹൈബ്രിഡ് തുടങ്ങിയ വാഹനങ്ങളുടെ ട്രെൻഡും ടെക്കുമായി ചേർന്ന് ഓട്ടോമൊബൈൽ ലോകത്തെ ഏറ്റവും കിടിലൻ മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ തുറന്നു കാട്ടുന്നു. വേർ പാഷൻ മീറ്റ്സ് പെർഫോമൻസ് ആൻഡ് എവരി വീൽസ് ടെൽ എ സ്റ്റോറി. വെൽക്കം ടു വീൽസ് വൈ വിത്ത് ഷബീന. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വ്യവസായ രംഗത്തെ കരുത്തുറ്റ ഒരു ഫോർക്ക് ലിഫ്റ്റാണ്. വെയർഹൌസിനും ഫാക്ടറിക്കും വിശ്വസനീയമായ ഒരു പങ്കാളി, ഗോദ്രേജ് യുനോ സീരീസ്. ഭാരം കൂടിയ ചരക്കുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ, സുരക്ഷിതവും കാര്യക്ഷമവുമായി പ്രവർത്തിക്കാൻ ഗോദ്രേജിന്റെ ഫോർക്ക് ലിഫ്റ്റ് യുനോ എത്തുന്നു. ഇത് നമ്മുടെ ഗോദ്രേജിൻ്റെ പുതിയ BS5 റേഞ്ചിലുള്ള ഡീസൽ ഫോർക്ക് ലിഫ്റ്റാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 4500 ലിഫ്റ്റ് ഹൈറ്റ്, അതായത് 3 സ്റ്റേജ് 4500 ലിഫ്റ്റ് ഹൈറ്റുള്ള ഫോർക്ക് ലിഫ്റ്റാണിത്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടെയ്നർ സ്റ്റഫിങ്, പിന്നെ പാലറ്റ് ഹാൻഡ്ലിങ്, മെയിനായിട്ട് അതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീസൽ പവേർഡാണ്. പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് BS5 എന്നുള്ള റേഞ്ചിൽ വരുന്ന ഫോർക്ക് ലിഫ്റ്റാണിത്. ഇവിടെ 3 ടണ്ണിൻ്റെ കപ്പാസിറ്റി ഉള്ളതാണ്. 3 ടൺ നമുക്ക് ലിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ പല വേരിയേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഡീസലിലാണെങ്കിൽ 2 ടൺ മുതൽ 10 ടൺ, 12 ടൺ, 25 ടൺ വരെയുള്ള ലിഫ്റ്റിംഗ് കപ്പാസിറ്റിയുള്ള ഫോർക്ക് ലിഫ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് 3 ടണ്ണിൻ്റെയാണ്, 3 ടൺ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. ഇതിൽ ഗോദ്രേജിൻ്റെ ഫോർക്ക് ലിഫ്റ്റ് അല്ലാതെ വെയർ ഹൗസിങ് പ്രോഡക്ട്സ് ഉണ്ട്, അതായത് ഇൻറ്റീരിയർ യൂസിന്, വെയർ ഹൗസ് യൂസിനുള്ളത്. ഇത് ഡീസൽ എഞ്ചിൻ മെയിനായിട്ട് ഔട്ട്ഡോർ യൂസിനാണ് ഉപയോഗിക്കുന്നത്. പുറത്തുള്ള കണ്ടെയ്നർ സ്റ്റഫിങ് അങ്ങനെയുള്ളത്. വെയർ ഹൗസിൻ്റെ അകത്ത് വരുമ്പോൾ ഇത് പ്യൂർലി ഇലക്ട്രിക് ആയിട്ട് വരും. ഇലക്ട്രിക് ഫോർക്ക് ലിഫ്റ്റ് ഉണ്ട് ഈ വെയർ ഹൗസിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ. അതിൽ തന്നെ സ്റ്റാക്കേഴ്സ്, ബാറ്ററി ഓപ്പറേറ്റഡ് പാലറ്റ് ട്രക്ക്, പിന്നെ പ്ലാറ്റ്ഫോം ട്രക്കുകൾ, ഇതൊക്കെയാണ് വെയർ ഹൗസിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം. മെയിനായിട്ട് ഇതാണ് അപ്രൈറ്റ് അല്ലെങ്കിൽ മാസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഫോർക്ക് ലിഫ്റ്റിൻ്റെ പേരിൽ ഫോർക്ക് എന്ന് കാണുന്ന സാധനമാണ് ഈ ഫ്രണ്ടിലുള്ളത്. ഇവിടെയാണ് നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഫോർക്കിലാണ്. ഇതിൽ നമുക്ക് പാലറ്റ് എടുക്കാം, സിലിണ്ടറിക്കൽ എടുക്കാം. ഈ എന്താ പറയുക, ഈ ഷേപ്പിൽ കൊള്ളുന്ന എന്ത് രൂപത്തിലുള്ളതും നമുക്ക് ഈ ഫോർക്കിൽ ഉൾക്കൊള്ളാൻ പറ്റും. ഇതിലാണ് ലിഫ്റ്റിംഗ് മെക്കാനിസം ഉള്ളത്. മെക്കാനിസം വരുന്നത് ഹൈഡ്രോളിക് സിലിണ്ടേഴ്സാണ്. നമ്മൾ ഹൈഡ്രോളിക് വാൾവിലൂടെ ഓയിൽ പമ്പ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ലിഫ്റ്റിങ് മുകളിലേക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ മുകളിലുള്ളത് താഴേക്ക് എടുക്കണമെങ്കിലും സെയിം ഹൈഡ്രോളിക് മെക്കാനിസം തന്നെയാണ്. ഈ ഹൈഡ്രോളിക് മെക്കാനിസം പവർ ചെയ്യുന്നത് ഡീസൽ എഞ്ചിനാണ്. ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ ഉള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംസൺ എന്ന് പറയുന്ന എഞ്ചിനാണ്. അറൗണ്ട് 65 ഹോഴ്സ് പവർ, 3.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെയുള്ളതിൻ്റെ കോമ്പണൻസ് പറയുമ്പോൾ നമുക്ക് ഓപ്പറേറ്ററിന് ഇരിക്കാനുള്ള സീറ്റ്, നോർമൽ കാറിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു സ്റ്റിയറിംഗ് ഉണ്ട്, ആക്സിലേറ്റർ, ബ്രേക്ക്, പിന്നെയുള്ള ഹാൻഡ് ബ്രേക്കുകളും, ഇതിൻ്റെ ഗിയർ കൺട്രോൾ, പിന്നെ നോർമൽ സ്വിച്ചുകൾ. പിന്നെ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ലിവേഴ്സാണ്. നോർമൽ ഏത് ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റിനും വരുന്ന പോലെ തന്നെ ഹൈഡ്രോളിക് ലിവേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഓപ്പറേറ്ററിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഓപ്പറേറ്റർ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റർ പ്രസൻറ്റ് സ്വിച്ച്, അതായത് സീറ്റ് സ്വിച്ചുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇതിന് 360 ഡിഗ്രി വൈഡ് ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകളുണ്ട്. അതൊക്കെ ഓപ്ഷൻസാണ്. അതിലൊരു സ്ക്രീൻ വരും, 360 ഡിഗ്രി പ്രൊട്ടക്ഷനുള്ള ഓപ്ഷണൽ ക്യാമറ ഉണ്ട്. പിന്നെ മിറേഴ്സ്, ബാക്കിലുള്ള വ്യൂവിന് വേണ്ടി മിറേഴ്സ്. പിന്നെ ഇത് ഫോർക്ക് ലിഫ്റ്റിന് മെയിനായിട്ടുള്ളൊരിതാണ് ഇതിൻ്റെ കൗണ്ടർ വെയിറ്റ്. ഇതാണ് ഇതിൻ്റെ കൗണ്ടർ വെയിറ്റ് പറയുന്നത്. ഫ്രണ്ടിലുള്ള ലോഡിനെ എത്രത്തോളം ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് കൗണ്ടർ വെയിറ്റിന് ഉദ്ദേശിക്കുന്നത്. ഇത് കാസ്റ്റ് കൗണ്ടർ വെയിറ്റ് ആണ്, അതായത്
കാസ്റ്റ് ചെയ്തെടുത്ത് ഇതിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് ഫിക്സ് ചെയ്യുന്ന കൗണ്ടർ വെയിറ്റുകളാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് യൂനോ 30 എന്ന് പറയുന്ന മോഡലാണ്. അതൊരു ഡീസൽ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ തന്നെ ഇലക്ട്രിക് വേരിയൻ്റ് ഉണ്ട്. നമ്മൾ വെയർ ഹൗസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിക് വേരിയൻ്റ് ഉപയോഗിക്കാം. ഡീസൽ മെയിനായിട്ട് ഔട്ട്ഡോർ യൂസ് അല്ലെങ്കിൽ റഫായിട്ടുള്ള ടെറൈൻ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഡീസൽ ഉപയോഗിക്കുക. അതല്ല നിങ്ങൾക്കൊരു വെയർ ഹൗസ് ഉണ്ട്, വെയർ ഹൗസിൻ്റെ അകത്ത് ഇലക്ട്രിക് വേരിയൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ 3 ടൺ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി, ഹൈറ്റിൻ്റെ വേരിയേഷനൊക്കെ ഉള്ള ടൈപ്പ് ഇലക്ട്രിക്കൽ ഫോർക്ക് ലിഫ്റ്റുകളുണ്ട്. ഇലക്ട്രിക് ഫോർക്ക് ലിഫ്റ്റിന് 2 ടൈപ്പ് ഉണ്ട്. ലിഥിയം അയൺ ബാറ്ററി വരുന്നുണ്ട്. ലിഥിയം അയൺ ബാറ്ററി എന്ന് പറഞ്ഞാൽ പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ, നമ്മൾ റോഡിലൊക്കെ ഓടുന്ന കാർ, ഇലക്ട്രിക് ട്രക്കിനൊക്കെ വരുന്ന ടൈപ്പ് ലിഥിയം അയൺ ബാറ്ററി സെറ്റപ്പ് ഉണ്ട്. അതല്ലാന്നാണെങ്കിൽ പ്രൈസ് കുറച്ചും കൂടെ കുറവ് വരണമെങ്കിൽ ലെഡ് ആസിഡ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററി നമ്മുടെ നോർമൽ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യുന്ന ടൈപ്പാണ്. ലിഥിയം അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലും എല്ലാം ഉപയോഗിക്കുന്ന ടൈപ്പ് ലോങ് റേഞ്ച് കിട്ടുന്നത്. അതായത് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് പാറ്റേൺ ഒക്കെ ഉള്ളതാണെങ്കിൽ ലിഥിയം അയൺ എന്നുള്ളത്, അതായത് ഓപ്പർച്യൂണിറ്റി ചാർജിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് എപ്പോഴാണ് ബ്രേക്ക് കിട്ടുന്നത്, ഇപ്പോൾ നമുക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടും, നമുക്ക് ചായയുടെ ബ്രേക്ക് കിട്ടും. അങ്ങനെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര നമ്മളൊരു 20 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാൻ ആ സമയത്തും കൂടെ ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ലിഥിയം അയൺ. ലെഡ് ആസിഡ് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് 8 ഹവേഴ്സ് കണ്ടിന്യൂസ് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ യൂസേജ്, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇലക്ട്രിക് ഫോക്ക് ലിഫ്റ്റ്. ഇലക്ട്രിക് ഫോക്ക് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫോക്ക് ലിഫ്റ്റിന് കപ്പാസിറ്റി കുറവാണോ എന്നുള്ളൊരു ഡൗട്ട് എന്തായിരിക്കും വരും. പക്ഷേ ഡീസൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ ഇലക്ട്രിക് പെർഫോം ചെയ്യും. അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് സൗണ്ട് പൊല്യൂഷൻ ഇല്ല, പിന്നെ സർവീസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. കാരണം കൂടുതൽ മൂവിങ് പാർട്സ് ഉള്ളതാണ് ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ്റെ മൂവിങ് പാർട്സ് കൂടുമ്പോൾ അതിൻ്റെ സർവീസ് ഇൻ്റർവെൽ, സർവീസ് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇലക്ട്രിക് ഞങ്ങൾക്ക് അറിയാം, അതൊരു AC 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേഞ്ച് കൂടുതലായിരിക്കും, അതായത് വർക്കിംഗ് റേഞ്ച് കൂടുതലാണ്. കമ്പയർ ടു സർവീസ് കോസ്റ്റ് അത് വളരെയധികം എക്കണോമിക്കലായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രീസൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് 3 ഫേസ് കണക്ഷൻ ഉള്ളതായിരിക്കും. അപ്പോൾ ആ റേഞ്ചിലുള്ള ഒരു 220 റുപ്പീസൊക്കെയാണ് നോർമൽ ഒരു ഫുൾ ചാർജിനൊക്കെ വരുള്ളൂ. ഒരു 8 ഹവേഴ്സ് 6 ഹവേഴ്സൊക്കെ നമുക്കൊരു റേഞ്ച് കിട്ടുന്നത്. 6 to 8 ഹവേഴ്സ് കിട്ടും. ബേസിക് ആയിട്ടുള്ള 6 ഹവേഴ്സാണ് അതിൻ്റെ റേഞ്ച്. ആ 6 ഹവേഴ്സൊക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അറൗണ്ട് 250-300 ഒക്കെയാണ് നമുക്കൊരു ചാർജിങ് കോസ്റ്റ് വരുള്ളൂ. ഈ ഡീസൽ എഞ്ചിൻ പവേർഡ് ആയിട്ടുള്ള ഫോർക്ക് ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് 13 lakhs-ൻ്റെ ആണ്. 3 ടൺ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് വേരിയേഷൻ ഏതാണ്, നമ്മൾ എത്രത്തോളം ഹൈറ്റ് ഉപയോഗിക്കുന്നു അതിനനുസരിച്ചുള്ള അപ്പറേറ്റ് അല്ലെങ്കിൽ മാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. എന്നാലും നോർമലി ഒരു 13 lakhs-ൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രൈസ് റേഞ്ചാണ്. ഇതിൻ്റെ ഓൾ കേരള സപ്പോർട്ടാണ്. ഇതിപ്പോൾ ഗോദ്രേജ് കേരളയിലുള്ള ഒരു ഡീലർ ഡൈനാമിക് മാർക്കറ്റിംഗ് ഗ്രൂപ്പ് എന്നുള്ളതാണ്, അവരാണ് ഓൾ കേരള സർവീസ് ഉള്ളത്. ഇതിൻ്റെ വാറണ്ടി ഒക്കെ പറയുന്നത് ഇപ്പോൾ 2 years വാറണ്ടിയാണ് സ്റ്റാൻഡേർഡ് ഉള്ളത്. ആ സമയത്തുള്ള എല്ലാ സർവീസ് സപ്പോർട്ടും ഇത് ഓഫർ ചെയ്യുന്നത് ഒരേ ഒരു ഡീലറാണ്. ഓൾ കേരള ടെക്നീഷ്യൻ സെറ്റപ്പ് ഉണ്ട്, പിന്നെ ഹോട്ട് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, പിന്നെയുള്ള എല്ലാ രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഗോദ്രേജ് ഡയറക്റ്റ്ലി ആണ്. ഗോദ്രേജിന് ഫോർക്ക് ലിഫ്റ്റ്
വ്യവസായ ലോകത്തിന് കാര്യക്ഷമതയുടെ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊരു വാഹന വിശേഷവുമായി വീണ്ടും വീൽസ് വൈബ്സിലൂടെ കണ്ടുമുട്ടാം.